അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബാങ്ക് കൊടുക്കാൻ നിമിഷങ്ങൾ മാത്രം, 2 വാക്കുകൾ മാത്രം സംസാരിക്കാം. പ്രിയ കൊറോസ് അംഗങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം 89 മുതൽ 99 വരെയുള്ള 10 വർഷ കാലഘട്ടം നിങ്ങളുമായി ഇടപഴകാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ അറിയാം, നിങ്ങളെ എനിക്കും അറിയാം. അതുകൊണ്ട് ആ അറിവിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശം. നമ്മളൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 17ാമത് വാർഷികം എല്ലാ വർഷവും നടന്നു കൊള്ളണമെന്നില്ല. ഈ 17ാമത് വാർഷികത്തോട് അനുബന്ധമായി നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൃഢീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഭവന നിർമ്മാണം, അതിൻ്റെ പൂർത്തീകരണവും. അത് മഹത്തായ ഒരു ലക്ഷ്യമാണ്. കാരണം പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന ഒരു കവിതാശകലം. ഇത് അന്വർത്ഥമാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഭവന പദ്ധതി. ഇതിന് പൂർത്തീകരിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾ കൂട്ടായ്മയോടുകൂടി, ഒത്തൊരുമയോടുകൂടി, അതിലുപരി പ്രാർത്ഥനയോടുകൂടി മുന്നിട്ടിറങ്ങിയാൽ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. യൗമ യഅ്ലുല്ലാലിമു അലാ യദൈ വയഖൂലു യാ ലൈതനിത്തഖദതു മഅ റസൂൽ സബീല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ 26ാമത്തെ ആയത്ത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വെളിച്ചം വീശേണ്ടുന്ന ഒരു വചനമാണത്. നമ്മുടെ എല്ലാം മഹത്തായ ഉദ്ദേശവും ലക്ഷ്യവും നാളെ പാരത്രിക ലോകത്ത് സ്വർഗം കിട്ടി ജീവിതം വിജയപ്രദത്തിലെത്തിക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യമാണ്. ഈ സ്വർഗം സുളുവിൽ കിട്ടില്ല. മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ, മാധ്യമത്തിൽ പോയി മാർക്കറ്റിൽ വാങ്ങിക്കുന്നത് പോലെ കിട്ടില്ല. അതിന് കഠിനാധ്വാനം വേണം. ഈ കഠിനാധ്വാനം നമ്മളിവിടെ നമസ്കാരം, നോമ്പ്, മറ്റ് കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാവുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത്, ഉണർത്തുന്നത്. യൗമ യഅ്ലുല്ലാലിമു യദൈ. നാളെ പാരത്രിക ലോകത്ത് ഖുർആൻ ഉദ്ദേശിച്ച വാക്ക് തന്നെ അതാണ്. നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ്. വിരൽ കടിക്കുക എന്ന് പറയും. വിരൽ കടിക്കുക. ഇവിടെ നമസ്കാരവും നോമ്പും മറ്റ് കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നാളെ പാരത്രിക ലോകത്ത് വിരൽ കടിക്കുന്ന ഒരു വിഭാഗം. കാരണം ചെയ്ത അമലുകളെല്ലാം നിഷ്ഫലമായിപ്പോയി. അത് ഉപയോഗത്തിൽ നമുക്ക് കിട്ടിയില്ല. ആ രീതിയിൽ വരുന്ന ഒരു സമൂഹത്തെ പറ്റിയാണ്, ഒരു വ്യക്തികളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. എന്തേ ഇവർ ചെയ്ത തെറ്റ്? പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല, വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങൾ. നമസ്കരിച്ചു, നോമ്പ് നോറ്റി, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ അവസ്ഥ രൂപീകൃതമായത്. അപ്പോൾ നാം ചെയ്യാൻ പറ്റുന്നത് പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പരമാവധി ശ്രമിക്കുക. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നീട്ടുന്നില്ല, ബാങ്കിന് സമയമായിട്ടുണ്ട്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.